അമേരിക്കയുടെ ചങ്കിടിപ്പ് ഇനിയും കൂടും. ഇറാനെ കത്തിക്കുമെന്നും തീയിലിട്ട് ചുട്ടരിക്കുമെന്നുമൊക്കെ പറയാൻ നിങ്ങൾ ആരാ? മാടമ്പിയോ? ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ ജന്മിക്ക് സ്ഥാനമേയില്ല. മറ്റ് പല രാജ്യങ്ങളും ജന്മി കുടിയാൻ ബന്ധം പരിപാലിക്കുന്നുണ്ടാകും. എന്നാൽ ഇറാൻ അതിന് തയ്യാറാകുകയുമില്ല, വഴങ്ങുകയുമില്ല. അമേരിക്ക എന്ന മാടമ്പിയെ പാഠം പഠിപ്പിക്കാൻ റഷ്യയുമായി കരാറിൽ ഇറാൻ ഒപ്പുവെച്ചു കഴിഞ്ഞു. കൺകുളിർക്കെ കണ്ടോളു ലോകമേ, അമേരിക്കയെ തകർക്കാൻ റഷ്യയും ഇറാനും കൈകോർത്തു കഴിഞ്ഞു എന്ന വലിയ സത്യം. അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങി ട്രംപേ. എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. ഒപ്പം അമേരിക്കയുടെ അഹങ്കാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറാന്റെ ആണവ പദ്ധതികളെ മുളയിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇറാനെ മൂക്കുകയറിട്ട് മെരുക്കാനുള്ള ശ്രമം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവർ അറിയുന്നേയില്ല, അവർ ഇപ്പോൾ കളിക്കുന്നത് റഷ്യയോട് സന്ധി ചെയ്ത് കൂടുതൽ കരുത്താർജിച്ച ഇറാനോടാണെന്ന കാര്യം. ഇറാൻ മെരുങ്ങുന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അതായത് അമേരിക്കയുടെ പാട്ടിന് വരാൻ ഇറാൻ ഒരുക്കമല്ലെങ്കിൽ ഇറാനെ കത്തിക്കാൻ നടക്കുകയാണ് അമേരിക്ക. ചുമ്മാ വിടുവായത്തരം പറയുകയാണെന്നൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ അമേരിക്ക നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആയുധ നിർമ്മാണ രംഗത്ത് വലിയ തുക നിക്ഷേപിക്കുന്ന രാജ്യമെന്ന നിലയ്ക്കും അമേരിക്കയുടെ മുഖ്യ ശത്രു എന്ന ലേബൽ ഉള്ളതുകൊണ്ടുമൊക്കെ തന്നെ ഇറാൻ കാര്യമായി പ്രതിരോധ മേഖലയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മാത്രവുമല്ല, അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധി ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ വളർച്ചയെ കെടുത്താനുള്ള ശ്രമങ്ങളുടെ മേലെ നിന്നാണ് ഇറാൻ പൂർണ്ണ പിന്തുണയുമായി റഷ്യ രംഗത്തെത്തുന്നത്. ഇറാനുമായി ആദ്യഘട്ട ചർച്ചകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷ അസ്തമിച്ചതോടെ മറ്റു വഴികൾ നോക്കുക എന്നത് മാത്രമായിരുന്നു അമേരിക്കയുടെ മുന്നിലുള്ള വഴി. ചെങ്കടലിലെ ചരക്കു ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഹൂതികളും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഹമാസും ലബനനിലെ ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇറാന്റെ സൈന്യത്തിലുള്ളവരാണെന്ന ബോധ്യമാണ് ഇവർക്കെതിരെയല്ല, മറിച്ച് ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനെതിരെയാണ് തിരിയേണ്ടത് എന്ന ഘട്ടത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചത്. എന്തായാലും അമേരിക്ക യുദ്ധപ്രഖ്യാപനം നടത്തി നേരെ റഷ്യക്കരികിലേക്ക് പോയെങ്കിലും ഇന്നലെ പൊട്ടിമുളച്ച അമേരിക്കൻ സൗഹൃദത്തിന് വേണ്ടി ദീർഘനാളത്തെ ഇറാനുമായുള്ള ബന്ധത്തിന് ഒരു കോട്ടമുണ്ടാക്കാൻ റഷ്യ തയ്യാറല്ലെന്ന് തുറന്നു പറഞ്ഞു. അതോടെ കാര്യങ്ങളുടെ ഒക്കെ ഗതി മാറി തുടങ്ങി. അമേരിക്ക നാണം കേട്ടതോടെ ഒരു കാര്യം കൂടി വ്യക്തമായി: എന്ത് സംഭവിച്ചാലും ഇറാനെ കൈവിടാൻ റഷ്യ ഒരുക്കമല്ലെന്ന വലിയ സത്യം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഇറാനുമായി സൗഹൃദം സ്ഥാപിക്കുകയാണ് നിലവിൽ അമേരിക്കയുടെ ലക്ഷ്യം. സൗഹൃദം എന്ന് പറയുന്നത് ശരിയല്ല, എന്നാലും വലിയ കോട്ടങ്ങൾ ഇല്ലാതെ ഭീഷണിയാകാത്ത ഒരു രാജ്യമാക്കി ഇറാനെ മാറ്റണം എന്നു തന്നെയാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് റഷ്യയുമായി ഇപ്പോൾ നല്ല ബന്ധം സ്ഥാപിക്കാൻ അമേരിക്ക മുതിരുന്നത്. ട്രംപ് ഒരു നല്ല ബിസിനസ്സുകാരനാണല്ലോ. യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും അതുവഴി ലോക സമാധാനത്തിന് തന്റെ വക എന്തോ സംഭാവന ചെയ്യാനും ഒന്നുമല്ല അമേരിക്ക ശ്രമിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചാൽ കച്ചവടം മെച്ചപ്പെടുമെന്ന കച്ചവടക്കാരന്റെ ബുദ്ധിയാണ് ട്രംപിന് ഈ വിഷയത്തിലുള്ളത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിച്ചതിന്റെയും ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ഒടുവിൽ ട്രംപ് തന്റെ മനസ്സിലെ ഗാസ മോഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അത് പറഞ്ഞപ്പോൾ ട്രംപ് കരുതി കാണില്ല ഗാസയെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ ഇത്രയും ജനരോഷം ഉണ്ടാകുമെന്ന സത്യം. ശേഷം നടന്നതോ? ഗാസയിലെ അവസാനത്തെ മനുഷ്യജീവനെയും കൊന്നൊടുക്കാനുള്ള നരനായാട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് റഷ്യയുടെയും ഇറാന്റെയും ബന്ധത്തിലേക്കും ഇപ്പോൾ അവർ ഏർപ്പെട്ട കരാറിലേക്കും വരാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഒപ്പുവെച്ച നിർണായക കരാറിന് പാർലമെന്റിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പുടിൻ നടപ്പിലാക്കിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഇറാനുമായി ദേശീയ സുരക്ഷ, സമാധാനപരമായ ആണവോർജം, ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്കെതിരായ സംയുക്ത പ്രതിരോധം തുടങ്ങി ഒന്നിലധികം മേഖലകളിൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യവും. മൂന്നാം കക്ഷികൾ പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾ ഉയർത്തുകയും ഇറാൻ റഷ്യ രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് സമീപ ആഴ്ചകളിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാനും പ്രമുഖ ലോകശക്തികളും തമ്മിലെ 2015 കരാറായ JCPOA
അത്തരം ആയുധവൽക്കരണം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നിലവിൽ വന്നത്. എന്നിരുന്നാലും ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ചേർന്ന് കരാറിനെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശമെന്ന് അപലപിക്കുകയും ചെയ്തു. ഇതിനിടെ ഇറാനുമായി സമാധാന ചർച്ച വേണമെന്ന ട്രംപിന്റെ ആവശ്യം ശക്തമായതോടെ അമേരിക്കയും ഇറാനും ഇറ്റലിയും ഒമാനിൽ പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. പുതിയ കരാറിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൊളിച്ചു മാറ്റുകയോ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയോ ചെയ്യണമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നുണ്ട്. റഷ്യയാണ് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെന്ന് ദി ഗാർഡിയൻ ഉദ്ധരിച്ച വൃത്തങ്ങൾ അവകാശപ്പെട്ടു. അതേസമയം 2018 JCPOAയിൽ നിന്ന് പുറത്തുപോയതിന് സമാനമായി പുതിയ കരാറിൽ നിന്ന് പിന്മാറിയാൽ അമേരിക്ക കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യ ഒരു പ്രധാന പങ്കാണ് വഹിച്ചത്. പ്രത്യേകിച്ച് ബുഷഹർ പവർ പ്ലാന്റിന്റെ നിർമ്മാണത്തിലൂടെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ജർമ്മൻ ഡെവലപ്പർമാരെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ പദ്ധതി. 1990കളിൽ റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് ഏജൻസിയായ റൊസാറ്റം ഏറ്റെടുത്തപ്പോൾ പുനരുജ്ജീവിപ്പിച്ചു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാകുന്നുവെന്ന വാർത്ത വന്നതോടെ അമേരിക്കയുടെ കാര്യം ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ഇരു കൂട്ടരും തമ്മിലുള്ള സൗഹൃദം ബാധിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണല്ലോ. നിലവിൽ റഷ്യയെ സൗഹൃദ രാഷ്ട്രമാക്കി മാറ്റാൻ ട്രംപ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി സുദീർഘമായി റഷ്യ തുടരുന്ന സൗഹൃദത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ റഷ്യ തയ്യാറുമല്ല. റഷ്യയും ഇറാനും തമ്മിൽ വളർന്നു വരുന്ന പങ്കാളിത്തം അമേരിക്കയ്ക്ക് തന്ത്രപരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇരു രാജ്യങ്ങളും അതത് പ്രദേശങ്ങളിലെ US സ്വാധീനത്തെ എതിർക്കുകയും ആഗോളതലത്തിൽ അമേരിക്കൻ ശക്തിയെ സന്തുലിതമാക്കാൻ പലപ്പോഴും സഹകരിക്കുകയും ചെയ്യുന്നവരാണ്. ആയുധ ഇടപാടുകൾ, ഡ്രോൺ സാങ്കേതികവിദ്യ കൈമാറ്റം തുടങ്ങിയ സൈനിക സഹകരണം അവരുടെ സഖ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ഉക്രൈനിലെ യുദ്ധകാലഘട്ടത്തിൽ ഇറാൻ റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ, പ്രത്യേകിച്ച് സിറിയയിലെ അവരുടെ സഹകരണം US സഖ്യകക്ഷികളോടും താൽപര്യങ്ങളോടും ശത്രുതയുള്ള ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. സാമ്പത്തികപരമായി പരസ്പര വ്യാപാരത്തിലൂടെയും ബദൽ സാമ്പത്തിക സംവിധാനങ്ങളിലൂടെയും പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുമുണ്ട്. ഇത് US നയിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഫലപ്രാപ്തിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. റഷ്യയും ഇറാനും ഒരുമിച്ച് ആഗോള സുരക്ഷ, ഊർജ്ജ വിപണികൾ, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയിൽ US ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഐക്യ മുന്നണി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ലോകത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വളർച്ച കൊണ്ട് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ചൈനയും ആയുധം കൊണ്ട് വെല്ലുവിളിയാകുന്ന ഉത്തര കൊറിയയും കൂടി ചേരുന്നതോടെ അമേരിക്കയുടെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. സമീപ വർഷങ്ങളിൽ റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ എന്നിവ തങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ കൂടുതൽ വെല്ലുവിളിക്കുന്ന ഒരു അയഞ്ഞതും എന്നാൽ തന്ത്രപരവുമായ സഖ്യം രൂപപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും അവരുടേതായ അജണ്ട ഉണ്ടെങ്കിലും അവർ ഒരു പൊതു ലക്ഷ്യം പങ്കിടുന്നവരാണ്. പാശ്ചാത്യ ആധിപത്യത്തെ ചെറുക്കുക, അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അന്താരാഷ്ട്ര ക്രമം പുനർനിർമ്മിക്കുക എന്നതൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 2022 ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പ്രത്യേകിച്ച് റഷ്യ കൂടുതൽ ആക്രമണാത്മകമായി മാറിയിരിക്കുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൈനികവും സാമ്പത്തികവുമായ പിന്തുണ ഇവർ തേടി. US-ഉമായി വളരെ കാലമായി വിയോജിപ്പുള്ള ഇറാൻ മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ആണവ വികസനവും പിന്തുണയും തുടരുന്നതിനോടൊപ്പം റഷ്യയ്ക്ക് സൈനിക ഡ്രോണുകളും സംഭവങ്ങളും നൽകുന്നു. ഈ സഹകരണം മേഖലയെ സ്ഥിരപ്പെടുത്താനുള്ള US ശ്രമങ്ങളെ നേരിട്ട് ദുർബലപ്പെടുത്തുന്നു എന്നാണ് അമേരിക്കയുടെ പരാതി. ഗ്രൂപ്പിലെ ഏറ്റവും ശക്തനായ ചൈന സാമ്പത്തികപരമായി അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് വർഷങ്ങളായി. ഇത് ഏഷ്യയിലെ US സ്വാധീനത്തെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. ദക്ഷിണ ചൈന കടലിൽ അതിന്റെ സൈന്യം വികസിക്കുകയാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യയിലും ആഗോള വ്യാപാരത്തിലും മത്സരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ കൂടിയാണ് US-ഉം ചൈനയും. അതേസമയം റഷ്യയ്ക്കും ഇറാനും നയതന്ത്രപരവും സാമ്പത്തികപരവുമായ പിന്തുണയും നൽകുന്നുണ്ട്. ഇത് പാശ്ചാത്യ സമ്മർദ്ദത്തിന്റെ ആഘാതം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ടതും സാമ്പത്തികവുമായി ദുർബലവുമാണെങ്കിലും ഉത്തര കൊറിയ ആണവായുധങ്ങളും ദീർഘദൂര മിസൈലുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. ചൈനയുടെ പിന്തുണയും സംരക്ഷണവും അവർക്ക് ഗുണം ചെയ്യുന്നു. കൂടാതെ US-നോടും അതിന്റെ സഖ്യകക്ഷികളോടും, പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയോടും ജപ്പാനോടും ശത്രുതാപരമായ നിലപാട് നിലനിർത്തുന്ന രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്നത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഈ 4 രാജ്യങ്ങളും ഒരുമിച്ച് അമേരിക്കൻ ശക്തിക്ക് സൈനികമായും സാമ്പത്തികപരമായും നയതന്ത്രപരമായും ഒരു ബഹുമുഖ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ആഗോള ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നത് US-നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ 4 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതോടെ
അമേരിക്കൻ ശക്തിക്ക് അടിപതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. എല്ലാം സ്വന്തം കാൽ കീഴിലാണെന്ന അഹങ്കാരത്തിന് അമേരിക്കയ്ക്ക് കിട്ടുന്ന വലിയ പണി. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.